ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സിനിമയെ വിസ്മയത്തിലാഴ്ത്തിയ മമ്മൂട്ടി ചിത്രമാണ് കളങ്കാവൽ. വീണ്ടും ഈ ഒരു സിനിമയ്ക്ക് പിറകെ അന്യഭാഷയിലുള്ളവർ ഉൾപ്പെടെ എല്ലാവരും മുന്നോട്ട് പോകുമ്പോൾ ഈ മലയാളത്തിൽ ഇത് 24-ാം ദിനം പൂർത്തിയാക്കാൻ പോവുകയാണ്. ഒരുപിടി റെക്കോർഡുകൾ വാരിയെടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. 12ഓളം റെക്കോർഡുകൾ നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. അതിന് മുന്നോടിയായി ഒരു അഭ്യർത്ഥനയുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം തീർച്ചയായും ഒന്ന് പരിഗണിക്കണം. അതല്ല പറഞ്ഞത്, മമ്മൂട്ടി ഫാൻസ് ആണെങ്കിൽ നിങ്ങൾ ഇതുവരെ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് പോയി സിനിമ കാണുക. ഇന്നും നല്ല തിരക്കോടെ തിയേറ്ററുകൾ കൂട്ടുന്ന സിനിമ തന്നെയാണ്. നിങ്ങളിൽ പലരും സർവ്വമായോ അല്ലെങ്കിൽ ബബ്ബയോ ഒക്കെ പോയി കണ്ടിട്ടുണ്ടാവാം. പക്ഷേ കളങ്കാവൽ കണ്ടിട്ടുണ്ടാവില്ല. കളങ്കാവൽ കണ്ടവരോടല്ല പറയുന്നതെന്ന് എടുത്തു പറയാം. അല്ലാത്ത ഒരുപാട് പേരുണ്ട്, എനിക്ക് തന്നെ വ്യക്തമായി അറിയാവുന്ന പരിചയമുള്ളവരുമുണ്ട് ഈ കൂട്ടത്തിൽ. അപ്പോൾ നിങ്ങളോടൊരു അഭ്യർത്ഥന, പോയി ഒന്ന് സിനിമ കാണുക. ഇവിടെ മമ്മൂട്ടി സിനിമ നേടിയ കളക്ഷൻ അല്ലെങ്കിൽ പല റെക്കോർഡുകളിലേക്ക് നോക്കാം. സെക്കൻഡ് ഓപ്പണിംഗ് ആണ്, അതായത് മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ ഓപ്പണിംഗ് ആയിരുന്നു ഈ ഒരു സിനിമയ്ക്ക്. ഫസ്റ്റ് ഡേ കളക്ഷൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. രണ്ടാമത്തെ ദിവസത്തെ ടോപ്പ് ഗ്രോസറായിരുന്നു ഈ ഒരു സിനിമ. മമ്മൂട്ടി സിനിമകളിൽ 2 ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായിരുന്നു. നമുക്കറിയാം, ആദ്യ ദിനം 15 കോടിക്ക് മുകളിലാണെങ്കിൽ രണ്ടാം ദിവസമായപ്പോൾ 31 കോടി നേടിയ ചിത്രമായി മാറി. 3 ദിവസങ്ങൾ കൊണ്ട് 40 കോടി കടക്കുന്ന ആദ്യ മമ്മൂട്ടി ചിത്രമാകുന്നു. 45 കോടിക്ക് മുകളിലാണ് സിനിമ നേടിയത്. ആദ്യ തിങ്കളാഴ്ചത്തെ മമ്മൂട്ടി സിനിമകൾക്കുണ്ടാകുന്ന ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമാകുന്നു. ഭീഷ്മപർവ്വത്തിനെ പോലും വെല്ലുവിളിച്ചാണ് ഈ സിനിമ മുന്നിലെത്തിയത്. 6 ദിവസത്തെ ഹയ്യസ്റ്റ് കളക്ഷൻ നേടുന്ന മമ്മൂട്ടി ചിത്രമാകുന്നു. ഫസ്റ്റ് വീക്ക് കളക്ഷനും ഈ ചിത്രം തന്നെയാണ് മമ്മൂട്ടി സിനിമകളിൽ. ഫസ്റ്റ് 8ഉം 9ഉം 10ഉം ദിനത്തെ കളക്ഷനും എല്ലാം ഈ ഒരു സിനിമ തന്നെയാണ് തൂക്കിയിരിക്കുന്നത്. മമ്മൂട്ടി സിനിമകളിൽ ഏറ്റവും വേഗതയിൽ 75 കോടി നേടുന്ന ചിത്രവും ഇത് തന്നെയാണ്. GCC രാജ്യങ്ങളിൽ 15 ദിവസത്തിനുള്ളിൽ തന്നെ $3.5 മില്യൺ നേടുന്ന ആദ്യ മമ്മൂട്ടി ചിത്രവും ഈ ചിത്രം തന്നെയാണ്. ആദ്യ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള 80 കോടിയും 84 കോടിയും നേടിയ ചിത്രവും കളങ്കാവൽ തന്നെയാണ്. മമ്മൂട്ടി സിനിമകളിൽ ഓവർസീസിൽ നിന്ന് 35 കോടിക്ക് മുകളിൽ നേടിയ 3ഓളം ചിത്രങ്ങളാണുള്ളത്. അതിൽ തന്നെ ഈ സിനിമ 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. ഓവർസീസിൽ നിന്ന് 40 കോടിക്ക് നേടുന്ന ആദ്യ മമ്മൂട്ടി ചിത്രവുമാകുന്നു ഈ ഒരു സിനിമ. എന്തായാലും 25-ാം ദിനവും 50% തിയേറ്റർ ഓക്യുപ്പൻസി നേടുന്ന ആദ്യ മലയാള സിനിമയുമാകുന്നു ഈ ഒരു സിനിമ. ഈ ഓരോ ദിവസങ്ങളിലും സിനിമയുടെ തിയേറ്റർ കൗണ്ടുകൾ കൂട്ടുന്നു എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഒരു പിടി റെക്കോർഡുകളാണ് ഈ സിനിമയ്ക്ക് ഇനിയും ഉള്ളത്. ഇവിടെ നമുക്കറിയാം, ഭീഷ്മപർവ്വത്തിൻ്റെ കളക്ഷൻ 36 കോടിയോളമായിരുന്നു ഓവർസീസിൽ നിന്നെങ്കിൽ 35 കോടിയായിരുന്നു ഈ ഒരു കണ്ണൂർ സ്ക്വാഡ് എന്ന ചിത്രത്തിന്. ഇപ്പോൾ 40 കോടിയും കടന്ന് ഈ ഒരു സിനിമ മുന്നോട്ട് പോവുകയാണ്. ഇതുവരെയുള്ള സിനിമയുടെ കളക്ഷൻ ഇങ്ങനെയാണ് വിവരിക്കാൻ കഴിയുന്നത്. 37 കോടിയോളം കേരള ബോക്സ് ഓഫീസിൽ നിന്നും, ഓവർസീസിൽ നിന്ന് 40 കോടിയോളം, അതുപോലെ തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 7 കോടിയോളം സിനിമ നേടിയിട്ടുണ്ട്. അതായത് അത് കൂട്ടുമ്പോൾ 84 കോടി ഈ ഒരു സിനിമ കവർ ചെയ്തു എന്നുള്ളതാണ്. ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന 4ാമത്തെ ചിത്രവും കളങ്കാവലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ലോക 1-ാം സ്ഥാനത്ത് 300 കോടിക്ക് മുകളിലും, തുടരവും എമ്പുരാനും തൊട്ട് പിന്നാലെയും അതിൻ്റെ തൊട്ട് താഴെ കളങ്കാവലും നിൽക്കുന്നു എന്നുള്ളതാണ്. മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമ ഈ ഒരു ജോണറിൽ വന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്നതും ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ നേടുന്ന ചിത്രവുമായി മാറുകയാണ്. ഒരുപക്ഷെ ഈ ഒരു വർഷത്തെ ദേശീയ അവാർഡിൽ ഈ സിനിമ ഉറപ്പായും വിജയം നേടിയിരിക്കും. സംസ്ഥാന അവാർഡ് വേറെ ഒന്നും തന്നെ നോക്കണ്ട, തുടർച്ചയായി മമ്മൂട്ടി മത്സരിക്കുന്നു, അതും റെക്കോർഡ് തന്നെയാണ്. ഈ പ്രാവശ്യവും മമ്മൂട്ടി നേടും സംസ്ഥാന അവാർഡ്. കാരണം ഇതിനൊക്കെ കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അത്രത്തോളം ഗംഭീരമാണ്. ഡീറ്റെയിൽഡ് ആക്ടിങ്, മൈന്യൂട്ട് ആക്ടിങ്, വേറെ കയ്യും കാലും വിറയ്ക്കൽ പോലെയല്ല, ഒരു ക്യാരക്ടറായി മാറുന്നു എന്ന് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും ഈ സിനിമയൊന്ന് കാണാം. ഇനി മറ്റ് റെക്കോർഡുകൾ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.